മലയാള സിനിമാ ലോകത്ത് ലാലേട്ടനും മമ്മൂക്കയൊക്കെ പോലെ തന്നെ ക്രിപ്റ്റോ സ്പേസിൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലോകത്ത് ഏറ്റവും പ്രധാനികളായിട്ടുള്ള രണ്ടാളുകളാണ് സാൻഡ് ബോക്സും ഡീസെൻട്രലാൻഡും. വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ഏറ്റവും മികച്ച നടൻ എന്നുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ സ്പേസിൽ മെറ്റാവേഴ്സിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രൊജക്ട് ഏതാണ്, ഏറ്റവും കിടിലൻ പ്രൊജക്ട് ഏതാണ്, സാൻഡ് ബോക്സ് ആണോ ഡീസെൻട്രലാൻഡ് ആണോ എന്ന് പറയുന്ന ചർച്ചകളൊക്കെ അവിടെ നടന്നു വരുന്നുണ്ട്. ഈ രണ്ട് പ്രൊജക്റ്റുകളും മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ മെറ്റാവേഴ്സ് കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ട് പ്രൊജക്റ്റുകളാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പ്രൊജക്റ്റുകളാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്നാൽ രണ്ട് പ്രൊജക്റ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ രണ്ട് പ്രൊജക്റ്റുകളുടെയും ഒരു കമ്പാരിസൺ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഏത് പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന്. തീർച്ചയായിട്ടും ആ കാര്യം താഴെ കമന്റ് ബോക്സിലും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. സോ ഒട്ടും സമയം കളയണ്ട, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ആദ്യം തന്നെ എന്താണ് ഡീസെൻട്രലാൻഡ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡീസെൻട്രലാൻഡ് എന്ന് പറയുന്നത് എതേറിയം ബ്ലോക്ക് ചെയിനിലുള്ള ഒരു വെർച്വൽ വേൾഡ് ആണ്. അതിനകത്ത് യൂസേഴ്സിന് പലതരം ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ലോകത്ത് സ്ഥലങ്ങൾ വാങ്ങാനും അത് മോഡിഫൈ ചെയ്ത് വിൽക്കുന്നതിലൂടെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറയുന്ന ഗെയിം കളിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് അറിയാമായിരിക്കും. അതായത് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ എങ്ങനെയാണ്, നമുക്ക് ഒരു ലാൻഡ് ഉണ്ടായിരിക്കും. ആ ലാൻഡിൽ നമ്മൾ ഓരോ സാധനങ്ങൾ, നമുക്ക് കിട്ടുന്ന കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങി അത് അവിടെ ബിൽഡ് ചെയ്ത് വലിയൊരു സാമ്രാജ്യം തന്നെ, വലിയൊരു കൊട്ടാരവും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ബിൽഡ് ചെയ്ത് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡീസെൻട്രലാൻഡിലും ആ ഒരു ഡീസെൻട്രലാൻഡ് എന്ന് പറയുന്ന ആ ഒരു വെർച്വൽ വേൾഡിലും നമുക്ക് ലാൻഡ് വാങ്ങിക്കാനായിട്ട് പറ്റും. ആ ലാൻഡ് വാങ്ങിയിട്ട് നമുക്ക് അതിനകത്ത് ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് വളരെ വലിയൊരു പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് നമുക്കത് വിൽക്കാനും അതിലൂടെ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരു പരിപാടിയാണ് ഡീസെൻട്രലാൻഡിനകത്തുള്ളത്. 2017 ഡീസെൻട്രലാൻഡ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് നിലവിലുണ്ടായിരുന്ന ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെർച്വൽ വേൾഡ് ഡീസെൻട്രലാൻഡ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ 2017 ICO ടൈമിൽ, ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് ടൈമിൽ $24 മില്യൺ കളക്ട് ചെയ്യാനും ഡീസെൻട്രലാൻഡ് സാധിച്ചിട്ടുണ്ട്. 2019 അതിൻ്റെ ഒരു ബീറ്റ വെർഷൻ വരികയുണ്ടായി. അതിനുശേഷം 2020 അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലോഞ്ചും നടക്കുന്നത്. അന്ന് മുതൽ ആളുകൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗെയിമുകളായാലും 3D സീനുകളായാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെർച്വൽ വേൾഡിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി അവർ വളരെ വലിയ രീതിയിലുള്ള ഏണിങ്സും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡീസെൻട്രലാൻഡിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ടോക്കൺസ് ആണുള്ളത്. ഒന്ന് മന എന്ന് പറയുന്ന, നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മന എന്ന് പറയുന്ന ടോക്കണും, രണ്ടാമത്തത് ലാൻഡ് എന്ന് പറയുന്ന ഒരു NFT ടോക്കണുമാണ്. ടോട്ടൽ 90,601 ലാൻഡ് ടോക്കണുകളാണ് ഡീസെൻട്രലാൻഡിനകത്തുള്ളത്. നമുക്ക് ഈ മന ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ലാൻഡ് ടോക്കൺസ് വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഡീസെൻട്രലാൻഡിൽ ഒരു ലാൻഡ് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് നിങ്ങൾക്ക് മാത്രമായിരിക്കും. മാത്രമല്ല ആ ഒരു കാര്യം ബ്ലോക്ക് ചെയിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അവതാരണ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോസ്റ്റ്യൂംസോ അല്ലെങ്കിൽ ഷൂസോ കാര്യങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡീസെൻട്രലാൻഡിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ തവണ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും മന ടോക്കൺ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബേണിംഗ് വഴി മന ടോക്കണിനെ ഒരു ഡീഫ്ലേഷണറി കറൻസി ആയിട്ട് മാറ്റാനും സാധിക്കുന്നുണ്ട്. ഡീസെൻട്രലാൻഡിനകത്ത് ഈ ഡിജിറ്റൽ പ്രോപ്പർട്ടി ഓണർഷിപ്പ്, ലാൻഡുകൾ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും മാത്രമല്ല, യൂസേഴ്സിന് ആർട്ട് ഗാലറീസ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആർട്ട് ഗാലറീസ് സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ കാസിനോയിൽ പോയിട്ട് മന ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഗാംബ്ലിംഗ് നടത്താനോ ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിർച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഡീസെൻട്രലാൻഡിനകത്തുണ്ട്. നമ്മൾ ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ കാണാറുണ്ട് പല വലിയ വലിയ ബ്രാൻഡുകളും ഡീസെൻട്രലാൻഡിനകത്ത് വന്നുകൊണ്ട് അവരുടെ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതാണ് സംഭവം. ഡീസെൻട്രലാൻഡിനകത്ത് നമുക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യാനും അതുവഴി നമുക്ക് സാധനങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അതുവഴി തീർച്ചയായിട്ടും നമുക്കൊരു ഏണിങ്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഡീസെൻട്രലാൻഡ് എന്ന് പറയുന്ന ആ ഒരു വേൾഡ് അടിപൊളിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി നമുക്ക് സാൻഡ് ബോക്സിന്റെ കാര്യത്തിലേക്ക് കടക്കാം. 2011 പിക്സൗൾ എന്ന വീഡിയോ ഗെയിം പബ്ലിഷറാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ഒരു മൊബൈൽ ഫോൺ ഗെയിം ആയിട്ടാണ് സാൻഡ് ബോക്സ് വന്നത്. പിന്നീട് 2020 ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെയും അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ്റെയും ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എതേറിയം ബ്ലോക്ക് ചെയിനിലേക്ക് മാറുന്നത്. അങ്ങനെ എതേറിയം ബ്ലോക്ക് ചെയിനിലേക്ക് മാറിയിട്ടുള്ള സാൻഡ് ബോക്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന സാൻഡ് ബോക്സ്. സാൻഡ് ബോക്സ് എന്ന് പറയുന്നത് യൂസേഴ്സിന് ഗെയിംസിന്റെ രൂപത്തിലുള്ള ഡിജിറ്റൽ അസറ്റുകൾ ഉണ്ടാക്കാനും വാങ്ങാനും വിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വെർച്വൽ വേൾഡ് തന്നെയാണ്. നമ്മുടെ ഡീസെൻട്രലാൻഡിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ലാൻഡ് ഓണേഴ്സിന്, ഈ വിർച്വൽ ലാൻഡ് ഓണേഴ്സിന് അവരുടെ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യാനും അതിനകത്ത് ഇവന്റുകളും പാർട്ടികളും ഒക്കെ കണ്ടക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. ഡീസെൻട്രലാൻഡിനകത്ത് 90,000 സംതിങ് ലാൻഡുകളാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ സാൻഡ് ബോക്സിനകത്ത് 1,66,000 പ്ലോട്ടുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ പ്ലോട്ടുകളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് അത് മാറ്റാനും സാധിക്കുമെന്നുള്ളതാണ്. ഇനി അവരുടെ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം ഗെയിമിംഗിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർക്ക്
മാർക്ക് ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗെയിം എന്ന നിലയ്ക്ക് ഡീസെൻട്രലാൻഡിനേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ് സാൻഡ് ബോക്സിന്റെ സ്ഥാനം. ഒരു പ്ലേ ടു ഏൺ എന്ന മോഡലിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ യൂസേഴ്സിന് ഒരേ സമയം ഗെയിമേഴ്സ് ആയിട്ടും ക്രിയേറ്റേഴ്സ് ആയിട്ടും ഇരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് ഗെയിമിംഗ് ഐറ്റംസ് വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടോക്കണാണ് സാൻഡ് എന്ന് പറയുന്ന ടോക്കൺ. നമ്മൾ ട്രേഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ആ സാൻഡ് എന്ന് പറയുന്ന ടോക്കണിലാണ്. അപ്പോൾ ഡീസെൻട്രലാൻഡ് എന്താണ്, സാൻഡ് ബോക്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ശരിക്കും ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊജക്ട്? ശരിക്കും പറയുകയാണെങ്കിൽ ഈ രണ്ട് പ്രൊജക്റ്റുകളും ഗംഭീരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉള്ള പ്രൊജക്റ്റുകൾ തന്നെയാണ്. എന്നാൽ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ഇഷ്ടം കൂടുതൽ സാൻഡ് ബോക്സിനോട് അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടം കൂടുതൽ ഡീസെൻട്രലാൻഡിനോടായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾ മൈൻക്രാഫ്റ്റ് പോലുള്ള ഒരു റെട്രോ ആൻഡ് പിക്സലേറ്റഡ് ലുക്കുള്ള ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ഗെയിമിംഗ് അറ്റ്മോസ്ഫിയറാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക സാൻഡ് ബോക്സ് ആയിരിക്കും. കാരണം സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിങ്ങിൻ്റെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപം എന്ന് പറയുന്നത് ഒരു റെട്രോ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. സോ മൈൻക്രാഫ്റ്റ് പോലുള്ള റെട്രോ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടം തോന്നുക സാൻഡ് ബോക്സിനോടായിരിക്കും. ഇനി ഡീസെൻട്രലാൻഡ് ആണെങ്കിൽ കുറച്ചുകൂടെ മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരം ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഡീസെൻട്രലാൻഡ് ആയിരിക്കും ഇഷ്ടപ്പെടുക. ഇനി നിങ്ങൾ ഒരുപാട് NFTs ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, NFTs വാങ്ങുന്ന വിൽക്കുന്ന അല്ലെങ്കിൽ NFTs കളക്ഷൻസ് ഒക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, NFTയുടെ ഒരു ഫാൻ ബോയ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഡീസെൻട്രലാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു വെർച്വൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡീസെൻട്രലാൻഡ് ആയിരിക്കും ഇഷ്ടപ്പെടുക. കാരണം ഒരുപാട് NFT ഗാലറീസും NFTs എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡീസെൻട്രലാൻഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെർച്വൽ നെറ്റ്വർക്കിംഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡീസെൻട്രലാൻഡ് തന്നെയായിരിക്കും. ഇനി നിങ്ങളൊരു മൊബൈൽ ഗെയിമിങ്ങിൻ്റെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാൻഡ് ബോക്സ് തന്നെയാണ് നിങ്ങൾക്കുള്ള പ്രൊജക്ട്. ഏകദേശം 2023 ആകുമ്പോഴേക്കും 5000-ഓളം ഗെയിമുകളും പ്ലേ സ്റ്റേഷനിലും എക്സ്ബോക്സിലും ഒക്കെ ഒരു ലോഞ്ചിങ്ങും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിൽ, പ്രത്യേകിച്ച് ഡീസെൻട്രലാൻഡിലും സാൻഡ് ബോക്സിലും. അപ്പോൾ ഈ രണ്ട് പ്രൊജക്റ്റുകളും എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. എങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഈ പ്രൊജക്റ്റുകൾ ഇഷ്ടപ്പെടുക, ഏത് രീതിയിലുള്ള ആളുകൾക്ക് ഏത് രീതിയിലുള്ള പ്രൊജക്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൊജക്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇത് വെറും തുടക്കമാണ്. മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഫ്യൂച്ചറിൽ നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരു സംഗതിയിലേക്കുള്ള വെറും തുടക്കം മാത്രമാണ് ഈ സാൻഡ് ബോക്സ് ആയാലും ഡീസെൻട്രലാൻഡ് ആയാലും മറ്റ് ഏത് ഗെയിമിംഗ് പ്രൊജക്റ്റുകളായാലും അല്ലെങ്കിൽ മറ്റേത് മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളായാലും. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം.